എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് വൈറലായിട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു വിദ്വാൻ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ സാധു മനുഷ്യനോട് ചെയ്ത ആ ഒരു മഹാ അപരാധം, ആ അപരാധം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ ആ അപരാധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. എന്നാലും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഒരു മൃഗം എത്രത്തോളം മോശമായാണ് ഒരു മനുഷ്യനോട് പെരുമാറിയത്, പ്രായം പോലും നോക്കാതെ പെരുമാറിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ സിനിമാ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞത നിറഞ്ഞത് തന്നെയാണ്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ചുരുളഴിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ ഒരു സംഭവം ഉണ്ടായി. അതായത് ഇപ്പോൾ ഹേമ കമ്മീഷൻ പുറത്തുവിട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ സ്വർണ്ണ വിഗ്രഹം എന്ന് കരുതി വച്ചിരുന്ന പലരുടെയും മുഖംമൂടികളൊക്കെ ഇങ്ങനെ അഴിയാൻ തുടങ്ങിയത്. എന്തിന് കൂടുതൽ പറയുന്നത്, സിദ്ദിഖ് ഒരു ചെറിയ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കാണിച്ച സംഭവം പോലും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. അപ്പോൾ നമ്മളാരും ഇവരെയൊന്നും പറ്റിയിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും കരുതിയിരുന്ന ഒരു കാര്യം പോലുമല്ല. എന്നാൽ മുകേഷിനെ പറ്റി പലരും കോഴിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിനെ പറ്റി നമ്മളാരും അങ്ങനെ പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പലരെയും പറ്റിയിട്ട് ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ മുന്നിലേക്ക് വച്ച് നീട്ടിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമ്മുടെ മോഹൻലാലിനെ ലാലാക്കി മാറ്റിയ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് ആരാധന തോന്നിയ ഒരു പിടി നല്ല നല്ല കഥാപാത്രങ്ങൾ രഞ്ജിത്ത് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെടുന്ന ചില ചിത്രങ്ങളാണ് ഈ ആറാം തമ്പുരാൻ, അതുപോലെ തന്നെ നമ്മുടെ ദേവാസുരം, നരസിംഹം, ഇതുപോലെയുള്ള കുറച്ച് ചിത്രങ്ങൾ. ശരിക്കും ഈ ഒരു ചിത്രങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് രോമാഞ്ചം തോന്നിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലാണ് ഈ ചിത്രങ്ങളൊക്കെ റിലീസായിട്ടുള്ളതെന്ന് വെച്ചാൽ, അതായത് എനിക്കൊക്കെ ഒരു 10-15-16 വയസ്സിന് അകത്തുള്ള സമയത്താണ് ഈ ചിത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഭയങ്കര കൗതുകത്തോടു കൂടിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നത്. ആ ഒരു ചിത്രം നമ്മളിലേക്ക് എത്തിച്ച ആ സംവിധായകനോടും ആ സമയത്തൊക്കെ ഒരുപാട് ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അതായത് ആ ചിത്രത്തിൻ്റെ അണിയറയ്ക്കുള്ളിൽ നടന്ന ആ ഒരു സംഭവം, അതേക്കുറിച്ച് നമ്മുടെ അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ ആലപ്പി അഷ്റഫ്, അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അദ്ദേഹത്തിന് നമ്മുടെ ഈ പറയുന്ന സംവിധായകൻ രഞ്ജിത്തിനെ കുറിച്ചും ചിലതൊക്കെ പറയാനായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടി കാണുന്ന ആ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഒരു ചിത്രം അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ പൂജവെപ്പ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ അവാർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇങ്ങനെ വലിയൊരു സ്ക്രീൻ വഴി നമ്മൾ ഇങ്ങനെ ടെലിവിഷനിലൂടെ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതല്ല, അതിൻ്റെ ഉള്ളിൽ ഇവന്മാരുടെ നേരും നെറിയും കെട്ട പ്രവൃത്തികൾ, ഇവന്മാരുടെ താന്തോന്നിത്തരങ്ങൾ, മാടമ്പിത്തരങ്ങൾ, ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ അറിയുന്നവരാരും പുറത്ത് വിടാറില്ല എന്നുള്ളതാണ് അപമാനം എന്ന് പറഞ്ഞാലും പോരാ. ഇങ്ങനെയൊക്കെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ഒളിപ്പിച്ച് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നാണം കെട്ട തരം. ആര് തെറ്റ് കാണിച്ചാലും അത് തെറ്റാണ് നിങ്ങൾ കാണിച്ചത് എന്ന് തുറന്നു പറയാനുള്ള ആ ഒരു ബോധം പോലും ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, സമൂഹത്തോട് തന്നെ നമുക്ക് കഷ്ടം, നാണക്കേട് തോന്നുകയാണ്, അറപ്പ് തോന്നുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആലപ്പി അഷ്റഫിന് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാം. രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ, അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു. മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം
വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി. മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം, ആനന്ദപുരം, നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. വിജയത്തിൻ്റെ വെന്നിക്കൊടിയൊക്കെ പാറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തിലൊക്കെ പരിണാമങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ പ്രകൃതിയുടെ പ്രകൃതിയുടെ ഇടപെടലാണെന്നൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. ഇതൊക്കെ അഹങ്കാരമാണ്, അത്രേ പറയാനുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും എത്ര വിജയത്തിലേക്ക് പോയി കഴിഞ്ഞാലും സ്വന്തം മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമ്മൾ എപ്പോഴും സ്നേഹിക്കേണ്ട, ആദരിക്കേണ്ട ആളുകളെയും നമ്മൾ മറന്ന് പെരുമാറുന്നുണ്ടെങ്കിൽ അത് ഒരു 1.5 അടി കിട്ടാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അഹങ്കാരമാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്തായാലും ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വരാം. സ്നേഹവും പുഞ്ചിരിയും ഒക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു. പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു. ഐ ആം ദി സ്റ്റേറ്റ്. അതൊരു കാര്യമുണ്ട്. ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ പല സിനിമകളിലും സിനിമാ ഷൂട്ടിങ്ങിനെ പറ്റി കാണിച്ചും കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംവിധായകർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒടുക്കത്തെ ജാടയാണ്. പുള്ളിക്കാരന്മാർക്ക് എല്ലാ സംവിധായകരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. പല ചിത്രത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ സംവിധായകരെ കാണുന്നത്. ചില സിനിമകളിലൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഈ സംവിധായകരെ കാണുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ സംവിധായകരെ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ജാടയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ സംവിധായകരെ നമ്മൾ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു. രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളും കണ്ടിട്ടുണ്ടല്ലോ ദേവാസുരം സിനിമയിലൊക്കെ ഈ ലാലേട്ടൻ്റെ പിന്നാലെ കുറേ പരിവാരങ്ങൾ കാണുമായിരുന്നല്ലോ, വാല് പോലെ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുമല്ലോ, അതാണല്ലോ വേണ്ടത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലും സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. രഞ്ജിത്ത് പറയുന്നു, എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണ്. അതെങ്ങനെയാണ്? സിനിമ ക്രൈമാണോ? അപ്പോൾ ഈ സംവിധായകൻ ഇത്രയും നാളും ലാലേട്ടനെയും അതുപോലെയുള്ള നായകന്മാരെയും ഉപനായകരെയും അതുപോലെ തന്നെ ഈ അണിയറ പ്രവർത്തകരെയൊക്കെ വച്ചിട്ട് ഒരു ക്രൈമാണോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ക്രൈം പ്ലാൻ ചെയ്ത് അതാണോ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് വർത്താനാടോ ഈ പറയുന്നത്? ആലപ്പി അഷ്റഫിനോടല്ല, സംവിധായകൻ രഞ്ജിത്തിനോടാണ് ചോദിക്കാനുള്ളത്. എന്ത് തോന്നിയ സാധാരണ ഈ പറയുന്നത്? സിനിമയെ ഒരു കലയായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. സിനിമയിലേക്കൊക്കെ ഒന്നും മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ മകന് 18 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ അവന് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അത് നടക്കുമെന്നൊന്നും അറിയില്ല. കാരണം എല്ലാവരും അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് സിനിമയെ. അത്രയും സിനിമയുമായിട്ട് ഇഴകി ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ താൻ പറയുന്നു സിനിമ ഒരു ക്രൈമാണെന്ന്. എങ്ങനെ പറയാൻ സാധിക്കുന്നടോ? കലയെ സ്നേഹിക്കുന്ന ആർക്കും അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കലയെ ബിസിനസ്സായിട്ട് മാത്രം കാണുന്നവർക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കുമായിരിക്കും. എന്തു തന്നെയാണെങ്കിലും താങ്കളുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ സിനിമകളൊക്കെ, അതായത് താങ്കൾ കൈകാര്യം ചെയ്ത സിനിമകളൊക്കെ ഉണ്ടല്ലോ ലാലേട്ടനെ വെച്ചിട്ട്, അതെല്ലാം ഇപ്പോഴും ജനങ്ങൾക്ക് വളരെയധികം ആരാധനയോടുകൂടി മാത്രമേ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. പക്ഷേ തൻ്റെ ഈ വാക്കുകളുണ്ടല്ലോ, അത് കുറച്ച് ക്രൂരമായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സിനിമ ചെയ്യുന്നത് ഒരു ക്രൈമായിട്ടാണ് രഞ്ജിത്ത് കാണുന്നത്. ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു. പിന്നെ ഉയരാതിരിക്കില്ലേ? സിനിമ ചെയ്യുന്നത് ക്രൈം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നതെങ്കിൽ പിന്നെ താൻ എന്തിനാണ് സിനിമ ചെയ്യാൻ നിൽക്കുന്നത്? ഒരു ക്രൈം ചെയ്യുന്നത് തെറ്റാണെന്നറിയില്ലേ? അങ്ങനെ അറിഞ്ഞു വെച്ചിട്ട് ക്രൈമാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെന്തിനാണ് അതിനായിട്ട് താങ്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കഷ്ടം തന്നെ. അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി. മൊത്തത്തിൽ
കിളിപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാലത്ത് രഞ്ജിത്തിനെ ഏത് വേദിയിലേക്കും കരഘോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിനെ വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി. IFFKയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ്. അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. അയ്യേ, ഇയാൾക്ക് ഇത്രേ വിലയുള്ളോ? കുടിച്ചിപ്പട്ടിയോടാണത്രേ അദ്ദേഹം ഉപമിച്ചത്. അപ്പോൾ അദ്ദേഹം ആരാണ്? തൻ്റെ വീട്ടിലെ കുടിച്ചിപ്പട്ടികളോടാണ് പോലും ആരാധകരെ ഉപമിച്ചത്, പൊതുജനങ്ങളെ ഉപമിച്ചത്. അപ്പോൾ പിന്നെ അദ്ദേഹം ആരാണ്? അദ്ദേഹം അത് തന്നെയാണ്, അല്ലേ? കൈവിട്ടു. ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു. അവരും കൈവിട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു. അന്നേരം ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു. അദ്ദേഹം ഇതൊക്കെ അത് പിന്നെ പീഡന കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരായാലും കൈവിട്ടു പോകും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? ഈ പീഡനം എന്ന് പറയുന്നത്, പണ്ടരണ്ട പറഞ്ഞ കണക്കൊരു പഴഞ്ചൊല്ലോട് കൂടി പറയുകയാണെങ്കിൽ, ഈ പീഡനം എന്ന് പറയുന്നത് അമേദ്യം പോലെ തന്നെയാണ്. രണ്ടായാലും തൊട്ടാ നാറും. അതുകൊണ്ട് ആരും അതിൽ ചാടി വീഴാനായിട്ട് ഇരിക്കത്തില്ല. ഇനി എത്ര വലിയ കേമനെന്ന് പറഞ്ഞാലും ഒരു പീഡന കേസിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് പറയാൻ അധികം ആരും വരത്തില്ല. പിന്നെ ആ റേഞ്ചിലുള്ള ആളുകളൊക്കെ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ട് തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ. ഇത്രയേറെ ധാർഷ്ട്യമുള്ള ഒരു മനുഷ്യനാണ് ഈ രഞ്ജിത്ത് എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അറിയാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളാവുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. എനിക്ക് തന്നെ 40 വയസ്സുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ചിത്രമാണ്. എന്നിട്ട് പോലും ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ എന്തുമാത്രം ജനങ്ങൾ കാണും. എന്നിട്ട് ഇവരാരും സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരൊറ്റ മനുഷ്യർ പോലും ഈ ഒരു സംഭവത്തെ പുറത്ത് വിട്ടില്ല എന്നുള്ളതാണ്. അത് അറിയാൻ ഈ 2024 ആയപ്പോൾ ഈ പറയുന്ന അഷ്റഫ് എന്ന് പറയുന്ന ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഈ സഹോദരൻ തന്നെ വേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അന്നേരം ഈ നോക്കി നിന്ന ആളുകളിൽ ഒരാളെങ്കിലും നട്ടിലുള്ള ഒരാളുണ്ടെങ്കിൽ ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ ചെകിട് 2 ചെകിട് മുളക്ക് കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഏജ് നോക്കണം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യൻ്റെ പ്രായത്തിനെ പോലും ബഹുമാനിക്കാണ്ട് അയാളെ തല്ലിയപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ കൈകൾ എന്താ, മാങ്ങ പറിക്കാൻ പോയിരുന്നോ? അതേസമയം ആ കൈകൾ എന്താ, പോക്കറ്റിനുള്ളിലായിരുന്നോ? ഇതൊരു ചോദ്യമാണ്. കാരണം നമ്മൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നിയന്ത്രിക്കണം. അത് ഇനി എത്ര വലിയ ഏമാനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഈ മനുഷ്യനെ തല്ലി താഴെ ഇട്ട സമയത്തിന് ഇത്രയും ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ, രോമം പോലെ കണക്കാക്കണമായിരുന്നു, തല്ലി ഒതുക്കണമായിരുന്നു അപ്പം തന്നെ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കരഞ്ഞു, സങ്കടം വന്നു. അതുപോലെ തന്നെ ഒരുപാട് നിരവധി രോഗങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്ന ആളാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ശാപങ്ങളൊക്കെ എവിടെ കൊണ്ടിട്ടാണ് ഇവനൊക്കെ അനുഭവിച്ച് തീർക്കുക? മനസ്സിലാവാത്തോണ്ട് പറയുകയാണ്. ഇതൊക്കെ എവിടെ കൊണ്ടിട്ട് അനുഭവിച്ച് തീർക്കും ഇങ്ങനെയുള്ള ശാപങ്ങളൊക്കെ? ശരിക്കും ഇതുപോലെയുള്ള ആ ഒരു വൃദ്ധൻ്റെ ശാപം തന്നെയായിരിക്കും ഇപ്പം മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നത്? എന്താ ഇപ്പം മലയാള സിനിമയിൽ കാണാനായിട്ടുള്ളത്? ഒന്ന് ഓർത്തു നോക്കിയാണ്.
പണ്ടൊക്കെ ഒരു സിനിമ റിലീസായി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഓടുമായിരുന്നു തിയേറ്ററിലേക്ക് കാണാനായിട്ട്. സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്നത് ഹരമാക്കി വെച്ചിരിക്കുന്ന ആളുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു സമൂഹത്തിൽ. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര പേരാണ് സിനിമ റിലീസാവുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? മറ്റത് ഓരോരുത്തർ നോക്കിയിരിക്കും. ഒരു സിനിമ റിലീസായി കഴിയുമ്പോഴത്തേക്ക് ഏത് തിയേറ്ററിലാണ് കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പത്രം നേരം വിളിക്കുമ്പോൾ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കും ഏത് സിനിമ ഏത് തിയേറ്ററിലാണെന്ന്. ഇപ്പോൾ അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ട്? കാരണം ഇതുപോലെയുള്ള ഓരോരുത്തരുടെയും ശാപത്തിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഈ സിനിമ ഇത്രയും അധപ്പതിച്ച് പോകാനുള്ള കാരണം. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ മഹാനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നിട്ടുള്ള എത്രയോ നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയവും കണ്ടിട്ട് നമ്മൾ പല ചിത്രങ്ങളെ നമ്മൾ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അത്രത്തോളം നല്ല ഒരു എന്താ പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഒരു കലാകാരനല്ലാന്ന് തന്നെ വെക്കട്ടെ, എന്നാലും അത്രയും ഏജുള്ള അതും അതുപോലെ ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യനെ തല്ലാൻ ഇത്രയും ചെറുപ്പത്തിലുള്ള ഇങ്ങേർക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ അത്രയും ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് അതിന് പിന്നിലുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തമാശ പറഞ്ഞപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഇതുപോലെ തല്ലിയ ഇയാൾക്ക് അതേ തമാശ പറയുന്നത് നേരെ മറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ ആണെങ്കിൽ തല്ലാൻ കൈ പൊങ്ങുമായിരുന്നോ? ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിയുകയുമില്ല. പിന്നെ അതേ സമയത്ത് മോഹൻലാലോ മമ്മൂട്ടിയോ ആയിരുന്നെങ്കിൽ കൈ പൊങ്ങില്ല എന്ന് മാത്രമല്ല, മുഖം കറുപ്പിച്ച് ഇനി ഇദ്ദേഹത്തെ ഒരു തല്ല് കൊടുത്താൽ പോലും ഇങ്ങനെ കൊണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ. അതാണ് അത്രയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് എന്തും ആവാം എന്നുള്ള അഹങ്കാരം, ധാർഷ്ട്യം അത് തന്നെയാണ് ഇവിടെ രഞ്ജിത്ത് കാണിച്ചതും. ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ആരും അതാണ് പറയുന്നത്. അന്നൊക്കെയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ ധാരാളം സിനിമ വാരികകൾ തന്നെ ഒരുപാടുണ്ട്. എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരെണ്ണം ഞാൻ വായിച്ചതായിട്ട് പോലും ഓർക്കുന്നില്ല. ഈ ഒരു സംഭവം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു സംഭവം നേരത്തെ കൂട്ടി നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ ഈ സംഭവം നേരത്തെ അറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്ത് തന്നെയാണെങ്കിലും രഞ്ജിത്തെ വളരെ മോശമായിട്ടുണ്ട്. താങ്കൾ ഈ ഒരു മനുഷ്യനെ തല്ലിയതും താങ്കളുടെ അച്ഛനെ തല്ലിയതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായില്ലേ? കാലം നിങ്ങളോട് ക്ഷമിക്കട്ടെ. എനിക്കതാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. നിങ്ങളോട് കാലം ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. കാരണം ഇതിന് ശേഷം ഈ ഒരു മനുഷ്യൻ ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം. പിന്നീട് ആ മനുഷ്യൻ അതിനുശേഷം സെറ്റുകളിൽ വരുമ്പോഴത്തേക്ക്, ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കളിയോ ചിരിയോ തമാശ പറച്ചിലോ ഒന്നുമില്ല. പുള്ളിക്കാരനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയം പണിമുടക്കി എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. മറ്റുള്ളവർ മാത്രമല്ല, നമ്മുടെ ആലപ്പി അഷ്റഫിൻ്റെ ആ ഒരു വാക്കുകൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച ആ രഞ്ജിത്തിനോട് ഈശ്വരൻ ക്ഷമിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. തെറ്റാര് ചെയ്താലും ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞേ പറ്റൂ. കാരണം അന്ന് താൻ ചെയ്തതിൻ്റെ ഫലം അന്ന് തൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ആർക്കും പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് താൻ ആരാണ് ഈ രഞ്ജിത്ത് ഏറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ പാവപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ കണ്ണുനീരിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് താൻ ഏറിൽ നിൽക്കുന്നത്. ഇത് കാലം തനിക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിരുന്ന ആ ഒരു സംഭവമാണ്. രണ്ട് കൈയും നീട്ടി താനത് ഏറ്റുമേടിച്ചേ മതിയാവൂ രഞ്ജിത്തെ.